Hello guys, എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ് അമ്മ, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? ഇന്നത്തെ വിശേഷം എന്താ? ഇന്ന് വോട്ടിടാൻ പോണം. അതാണ് ഫസ്റ്റ് വിശേഷം ഇന്നത്തെ. വൈകി തയ്യാറിയാണല്ലോ വോട്ട് ഇടുന്നൊക്കെ വേണ്ടി. ഏത് കയ്യിലാണ്? ഈ കയ്യിലല്ലേ? അടുത്ത കയ്യിലല്ലേ? ഈ കയ്യില് നമുക്ക് നോക്കാം. നമുക്ക് നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അതല്ലേ വോട്ട്. അപ്പൊ നമ്മളത് രേഖപ്പെടുത്തണം. നോക്കാം നമുക്ക് പോയിട്ട്. ജയിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടി. അതെ. നമുക്കങ്ങനെ വലിയ പാർട്ടി ക്രൈസ് ഒന്നുമില്ല അല്ലേ? ആർക്കായാലും ചെയ്തിട്ട് വോട്ട് ചെയ്യാനും നമുക്ക് അധികാരം അല്ലേ? അതെ അതെ, ആ ഒരു അധികാരം മാത്രമേ നമുക്ക് കറക്റ്റ് ഉള്ളൂ അല്ലേ? അതെ അതെ. ബാക്കി എന്ത് അധികാരത്തിനും നമുക്ക് ഒരു അധികാരം ഇല്ലല്ലോ. എന്ത് കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കണം, അത് ചോദിക്കണം, ഇത് ചോദിക്കണം അല്ലേ? അതെ. നമുക്ക് നല്ല ആവി പറക്കണ പുട്ടുണ്ടോ? ഇതും നമ്മുടെ കിച്ചൺ ബ്ലോഗ് ആണ്. അപ്പൊ കാരണം വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് ബ്ലോഗ് ഇടുന്നു. പിന്നെ ഇപ്പൊ വെക്കേഷൻ ആണ്, 2 മാസം. പക്ഷെ എന്താ ചെയ്യാന്, പുറത്തു പോയാൽ നമുക്ക് തിന്നു കിട്ടണ്ടേ? തിന്നു കിട്ടൂല പറഞ്ഞിട്ട് അപ്പൊ കൂട്ട നമുക്ക് പറയുന്നേ പുറത്തു പോയിട്ട് തിന്നു കിട്ടൂല. അപ്പൊ പുറത്തു പോയിട്ട് എന്താ കാര്യം പറയുന്നുണ്ടോ? അത് കാരണം നമുക്കത് പുറത്തു പോകാൻ പറ്റില്ല. വീട്ടില് തന്നെ അത് കാരണം മാത്രമാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ബ്ലോഗ് എടുക്കേനെ. അല്ലെങ്കിൽ നമ്മൾ പൊളിച്ചേനല്ലേ? അതെ. ഇല്ലല്ലോ നമുക്കത് ഈ 2 മാസം നമുക്ക് സർക്കിട്ട് പോയി പൊളിക്കന്നെ. പുന്നുസൊക്കെ പുന്നുസൊക്കെ സർക്കിട്ട് പോവാ, പുറത്തു പോവാ പറയും. പാവം എന്റെ കൊച്ച്. പക്ഷെ എന്താ വെളുത്തി വരുന്നുണ്ട്? എവിടെയാ ഇത്? എവിടെ? അങ്ങനെ ഒന്നുമില്ലേ? ബോലോ കഹാ? ഓ പിന്നെ ഡുണ്ടുമോളാവും അല്ലേ? ഡുണ്ടുമോള് ഭയങ്കര സ്ലിമ്മും കൊള്ളൂല. അപ്പൊ ഡ്രസ്സൊക്കെ ഇടുമ്പോ ഭയങ്കര സ്ലിമ്മും കൊള്ളൂല. കുറച്ച് ഇപ്പുറത്തെ മാംസം അപ്പുറത്തെ മാംസം വേണം. ഇറച്ചി വേണം കുറച്ച്. അപ്പൊ ഇന്ന് വോട്ടൊക്കെ ദിവസമാണ്. വോട്ട് ഞാൻ്റെ പക്ഷെ ഇത് മുമ്പ് ഞാൻ 2 പ്രാവശ്യം പഞ്ചായത്ത് വോട്ട് ഉണ്ടല്ലോ, പഞ്ചായത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ആധാർ മാത്രം മതി. ഇത് ശരിക്കും നമ്മുടെ എന്താ വോട്ട്? ഇത് അപ്പൊ ഇതില് നമുക്ക് വോട്ടർ ഐ ഡി വേണം. അപ്പൊ ഞാൻ അവിടെ നാട്ടില് പോകും പറ്റില്ലല്ലോ, ബുദ്ധിയാക്കി നമുക്ക് അഡ്രസ് ഇങ്ങനെ മാറ്റി അല്ലേ അമ്മേ? വേഗം മാറ്റി 1 മാസത്തില് വോട്ടർ നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡും ഫസ്റ്റ് ടൈം. അതൊക്കെ പോട്ടെ, ഞാൻ കാര്യം ചോദിക്കട്ടെ. മറ്റേ എന്താ LDFന്റെ ചിഹ്നം എന്തുവാ? LDFന്റെ ചിഹ്നം എന്തുവാ? LDF ആരാ? അത് ഇങ്ങനെ അല്ലേ? എന്താ വടി ഇങ്ങനല്ലേ? അടിവാല്. അപ്പൊ കോൺഗ്രസിന്റെ BJPയുടെ എനിക്കറിയില്ല, കുഴപ്പമില്ല. ഞാൻ എല്ലാവർക്കും 3 പേർക്ക് പോയി വോട്ട് ഇട്ടിട്ട് വരട്ടെ അമ്മ അല്ലേ? ആർമിക്ക് പെനിക്കൊന്നും വേണ്ട അല്ലേ അമ്മേ? 3 കുത്തിട്ട് വരെ ആർമിക്ക് പെനിക്കും. യെസ്, ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ യൂട്യൂബ്. ഇവിടെ 1000 മുടി വിളിച്ചോണ്ട് വന്നു. ഞാൻ ഒക്കെ മുടി കേട്ടു. എന്നെ വിളിച്ചാണ് അമ്മയെ വിളിച്ചാണ്. ഞാൻ വിളിച്ചോളാം. അമ്മേ മുടി കേട്ടേ എന്നെ വിളിച്ചേ. ഇല്ല, ഫസ്റ്റ് സിജി അമ്മക്ക് വിളിച്ച ഫോൺ വന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ വിളിച്ച. അത് സമയത്ത് എവിടെ? ഞാൻ വിളി കേട്ടു. ഞാൻ അവിടെ ഉണ്ടായി. മിണ്ടാതെ ഇരിക്കും അല്ലേ? വിളി കേട്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. രാവിലെ തന്നെ കലിപ്പാണല്ലോ. വോട്ടൊക്കെ കുറച്ച് കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോവാ. സോനം കഴിക്കും. സോനം വോട്ട് ചെയ്യാൻ പോവാം. വോട്ട് ചെയ്ത് വന്നിട്ട് നമുക്ക് കറി വെക്കാം. മതിയല്ലോ, ഉച്ചത്തേക്കല്ല കറി കഴിക്കില്ല. രാവിലെ നമുക്ക് കാണിച്ചു വന്നില്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ രാവിലെ പോവാം. വോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. എന്താ വെച്ചില്ലേ, കൊച്ചിന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ. ശരി. ഞാൻ വന്നിട്ട് തിന്നാൻ കുഴപ്പമില്ല. നീ കഴിച്ചോ 8 മണി ആയിട്ടുള്ളൂ. അച്ഛനും വിളിക്കാം. അപ്പൊ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് റെഡി ആയിട്ട് വേഗം വോട്ട് ഇട്ടിട്ട് വരാം. ഇല്ലെന്നും ഭയങ്കര തിരക്കായി പോകും. പക്ഷെ ഇവിടത്തൊക്കെ ചേച്ചിമാര് എല്ലാരും പോയി, രാവിലെ തന്നെ പോയി. അപ്പൊ നമുക്ക് വേഗം റെഡി ആയിട്ട്
പോയിട്ട് വരാം ഗൈസ്. റെഡി ആയിട്ടുണ്ടോ? അപ്പൊ വോട്ട് ഇട്ടിട്ട് വരാം ഞാൻ. അപ്പൊ കുട്ട എല്ലുകുട്ടി അമ്മച്ചി ഫസ്റ്റ് ദേ അമ്മ മാൻസി പോയി വന്നുണ്ടോ കാണിച്ചോ? ഇത് സോണത്തിന്റെ പിന്നിലാണോ? ഇല്ല നിന്റെ നിന്റെ ആന. അപ്പൊ അമ്മ അതെ വോട്ട് ഇട്ട് വന്ന ശേഷം ദേ മാമ്പഴം സോറി നല്ല മാങ്ങ ആണ് കേട്ടോ. പുണ്ണുസൊക്കെ ഭയങ്കര ഇഷ്ടം. കുറച്ച് വെച്ചായിരുന്നോ? ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. അമ്മ പോയിട്ട് വരട്ടെ. പാപ്പം തിന്നണം കേട്ടോ. അത് പറയാൻ പറയില്ല. അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. പക്ഷെ അമ്മ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും അല്ലേ അമ്മേ? അത് അമ്മമാർക്ക് മക്കളെ ഭീഷണിപ്പെടുത്താൻ അവകാശമുണ്ട്. അതെ. ഫ്രണ്ട് കയറാൻ പറ്റി കേറൂടാ. അത് പിടിച്ചേ. ഇതൊക്കെ വെറുതെ പണിക്ക് കിട്ടണല്ല ഇവിടെ. നീ അടുക്കല്ലാട്ടോ. അടുക്കല്ല. എന്താ സ്വന്തം നല്ല വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല സ്വന്തം നല്ല വോട്ട് ചെയ്തിട്ടുണ്ടോ? എവിടെ? ഞാൻ ഇവിടെ ജോലിയാണല്ലോ. അപ്പൊ വോട്ട് ഇടുന്ന ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ ഈ പ്രാവശ്യം കൊറേ കൊല്ലായി വോട്ട് ഇട്ടിട്ട്. അപ്പൊ ഈ പ്രാവശ്യം എനക്ക് പേടിയായി പോയി. അത് കാരണം വേഗം ഇവിടെ അഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ വോട്ട് ഇടുന്ന പോണേ. ചോയ്ക്കുട്ടി ജനിച്ചെന്ന് കേരളത്തിൽ വോട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ. എവിടെങ്കിലും സൈഡ് ചെയ്തിട്ടാ ഫോണൊക്കെ കൈ പിടിക്കുന്നേ. ഇതാണ് അപ്പൊ കുട്ടാക്ക് പഠിച്ച സ്കൂൾ, പുലിനത്ത് സ്കൂൾ. മാറിപ്പോയാ ഏൽക്കുട്ടി ഇങ്ങനെ ഓടിക്കൂട്ടാ. കഴിഞ്ഞ നീ മാറി കുത്തിയില്ലേ? കഴിഞ്ഞ നീ മാറി കുത്തിയില്ലേ? അല്ലേ? അതാണ്. നീ എന്താ കിളി പോയ കഴിഞ്ഞ പ്രാവശ്യം മാറി കുത്തിയെ? എപ്പൊ നോക്കിയാൽ ഇങ്ങനെയല്ല എന്റെ കൊച്ചേ. അപ്പയോ അഭി ഉണ്ടാവില്ലേ? ഈ വയസ്സ ആൾക്കാർക്ക് ഭയങ്കര ക്രേസി. നമുക്ക് അങ്ങനെ ക്രേസി ഇല്ല. വോട്ട് കുത്താനല്ലേ? ഒരു കാര്യം പറയട്ടെ. ആണുങ്ങൾക്ക് ലൈനില് ആണുങ്ങൾ നന്നായിട്ട് ഒരു ഗ്യാപ്പില് നിൽക്കും. പെണ്ണുങ്ങൾക്ക് ഒക്കുത്ത് മേലെ ഫസ്റ്റ് പോണ. പോട്ടെ. ഇപ്പൊ വന്ന പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ആ വന്ന പെണ്ണുങ്ങളൊക്കെ വയ്യാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിക്കാണ്. എനിക്ക് അരിശം വന്നിട്ടുണ്ടായില്ലേ. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങണമെന്നു. ഓരോരുത്തർ ഓരോ കുത്തിക്കരി പോണു. ഇതെന്ന് പറഞ്ഞ ഈ പ്രായമാവും ഒന്നാമത് കൊണ്ടുകഴിഞ്ഞപ്പോ അത് ആരും സമ്മതിക്കും. ഈ ആവശ്യമില്ലാണ്ട് നമ്മൾ എവിടെ പെരുമാറണം. അതെന്താ കുട്ടി വയ്യാതെ ആയിരിക്കൂടായിരുന്നോ? പെട്ടെന്ന് പോയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ എലിയുടെ കൈമൊന്ന് പിടിക്കടീന്ന്. കൈ പിടിച്ചിട്ട് ഉള്ളില് പോയാ മതി. ഏലുവിന്റെ കൈ പിടിച്ചൊന്ന് പോവാൻ വേണ്ടായിരുന്നു. നിനക്ക് വേഗം പോവാനില്ലേ? പക്ഷെ ശരിക്കും എവിടെ ചെല്ലാൻ ആണുങ്ങൾക്ക് ലൈന് നല്ല ഡീസന്റ്. ഞങ്ങള് ബാറിന് മുമ്പിലും നല്ല ഡീസന്റാ കേട്ടാ. മര്യാദക്ക് ലൈനുണ്ട്. നമ്മുടെ പള്ളിയിലും ചർച്ചിലും പണ്ട് പള്ളി കഴിഞ്ഞ ശേഷം പള്ളിയില് കൈമുത്തിന് എല്ലാണെങ്കിലും ആണുങ്ങൾ നല്ല കൃത്യമായിട്ട് പിന്നെ അല്ല പിന്നെ ഞാനൊരു കേസ് പറയട്ടെ. പിന്നെ വേറെ കേസ് ഉണ്ട്. നിങ്ങൾ പെണ്ണുങ്ങള് ആണുങ്ങൾക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് വേറെ പരിപാടിയില്ല. പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് കുക്കിംഗ് ചെയ്യണം. അതുകൊണ്ടായിരിക്കാം മനസ്സിലായെങ്കിലും പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തിന് കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ. കുറ്റത്തിന് കുറ്റം തന്നെ പറയണം. കൂട്ടില്ല നമുക്ക് കാണുമ്പോ മനസ്സിലാവും. ആണെങ്കിലും ഡീസന്റ് ആയിട്ട് നിക്കും. നമ്മക്ക് പെണ്ണുങ്ങൾ വർത്തനം കൊല ചെയ്തിട്ട് ആരാ ഫസ്റ്റ് മുമ്പില് പോണ പള്ളിയിൽ അങ്ങനെ ആണോ? അച്ഛന് പറയുന്ന കേട്ടോ. ചിരിക്കാനായിരുന്നു അന്ന. ശരി ഞാന് കുത്തി സൗണ്ട് ആവുന്നില്ല.
അതല്ല വെച്ച് അതല്ല ഇവിടെ നോക്കിയേ ഇതേ ഇവിടെ 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 കഴിഞ്ഞ പ്രാവശ്യം ആര് കുത്തി ഓർമ്മയുണ്ടാ ഇവിടെ കിളി പോയിരിക്കുന്നത് അതങ്ങനെ വരുള്ളൂ. അപ്പൊ എന്താ ചെയ്യാൻ അമ്മേ? മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം. നോക്ക്. അപ്പൊ നമുക്ക് എല്ലാരും വോട്ട് ഇട്ട് വന്നു. വോട്ട് നമുക്ക് കാണിച്ച് വോട്ട് ഇട്ട് വന്നിട്ടുണ്ടോ? രാവിലെ പോയുമ്പോ ഒത്തിരി തിരക്കുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഇച്ചിരി തിരക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടോ? അത് കാരണം വേഗം പോയിട്ട് വന്നു. കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സ്ഥലം പോണം. അത് കാരണം വേഗം കഞ്ഞി കരി ഒക്കെ വെച്ചിട്ട് നമുക്ക് പോണം. അപ്പൊ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം മാമ്പഴം പുളിശ്ശേരി. അപ്പൊ വേറെ സ്ഥലല്ലേ വേറെ വേറെ പുളിശ്ശേരി എല്ലായിടത്തും പറയണ ഇല്ല വേറെ വേറെ രീതിയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ രീതിയാണ്. നമ്മളുടെ രീതി ഇതാണ്. ഇപ്പൊ മഞ്ഞപ്പൊടി, പച്ചമുളക്, വേപ്പില, ഉപ്പ്, മാമ്പഴം. അപ്പൊ നന്നായിട്ട് ഇതൊക്കെ വേവിക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ പിന്നെ തൈര് ഒക്കെ ഇടും അല്ലേ അമ്മ? പിന്നെ തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജീരകം കൂടി ഇടണം. പിന്നെ ഇത് പുളിത്തൈര്, ഇത് പുളി ഇല്ലാത്ത തൈര്, ഇത് 2 ഇടണം. പിന്നെ തോരനും നമുക്ക് ബീറ്റ്റൂട്ട് കുറച്ച് ജീരകം ഇട്ട് അരയ്ക്കാം. പിന്നെ ഇത് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് മീൻ കുറച്ച് ചാള മീനല്ലേ? ചാളയുണ്ട്. ചാള കുറച്ച് മീനുണ്ടോ അത് ഫ്രൈ ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ വേഗം വേഗം നമുക്ക് പണിയൊക്കെ ചെയ്യാം. ഞാൻ തേങ്ങ കുറച്ച് അധികം എടുത്തു. 3 വീട്ടിലേക്ക് വേണ്ടേ? 3 വീട്ടിലേക്ക് കറി വേണ്ടേ? അപ്പൊ കുറച്ച് അധികം തേങ്ങ എടുത്തു. നമ്മുടെ വെന്ത് നമുക്ക് അരപ്പിടാം. നന്നായിട്ട് തേങ്ങ. ആൾക്കാർ വിചാരിക്കും ഇത്രയും കറി തന്നെ. 3 വീട്ടിലേക്കുള്ള കറി കേട്ടോ. അതുകൊണ്ട് ഞങ്ങള് എല്ലാവരും ഭയങ്കര ഒത്തൊരുമയുള്ള ആൾക്കാരാണ്. ഒത്തിരി സ്നേഹം, ഭയങ്കര സ്നേഹം, ഒഴുകാണ് സ്നേഹം. അപ്പൊ അതുകൊണ്ട് അതൊന്നല്ല കേട്ടോ. 3 വീട്ടിലേക്ക് കറി എടുക്കണം. ഇന്നിപ്പം ഷൈബി ആന്റി അവിടെ ഇല്ലല്ലോ. അതെ അതെ. പിന്നെ നമ്മൾ സ്പെഷ്യൽ കറി എന്ത് വെച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. മാമ്പഴം കറി എല്ലുകുട്ടി അമ്മച്ചക്ക് വീട്ടിലും കൊടുക്കും, ഷൈബി ആന്റി വീട്ടിലും കൊടുക്കും. നമുക്കും വേണം. 3 വീട്ടില് നമുക്ക് തൈര് ഇടാം അല്ലേ? തൈര് മിക്സില് ജസ്റ്റ് ഇതാക്കണം അല്ലേ? ഒന്ന് കറക്കണം. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഇതൊന്ന് അരപ്പ് ചൂടാവണം. തൈര് ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ലല്ലോ. അതെ അതെ അതെ. ഇത് ഞാനും ഇതൊക്കെ ചിലപ്പം നമുക്ക് മുമ്പ് വീഡിയോ റെസിപ്പി ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് മാമ്പഴം എന്താ പറയാ, ഇത് മാമ്പഴം മാങ്ങ കണ്ടപ്പോ നല്ല മാങ്ങയായിരുന്നു. നല്ല മാങ്ങ, നല്ല മധുരമാണ്. അത് കാരണം ഞാൻ പറഞ്ഞ അമ്മ ഇത് വീഡിയോ പിടിക്ക് ഞാൻ പറഞ്ഞോ. പക്ഷെ നീ മാങ്ങി നമ്മൾ ഇതുവരെയായിട്ടും ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, എന്നിട്ട് പോലും നല്ല മധുരം അല്ലേ? ഇല്ല നല്ല മധുരം. കൊച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ മാങ്ങ തപ്പി കഴിക്കണം. ഒരെണ്ണം കഴിച്ചോളൂ രാവിലെ. അപ്പൊ അടുത്ത നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതായാല് തളിച്ച് പിന്നെ അടുത്ത നമുക്ക് തൈര് തിളയ്ക്കുമ്പോ അരപ്പൊന്ന് നന്നായിട്ട് വേവൂലോ. അരപ്പ് വെന്ത് കഴിയുമ്പോ തൈര് ഒഴിക്കാം. മാമ്പഴം കൊറേ ആയില്ലോ. ശരി, 3 വീട്ടിൽ ഞാനതുകൊണ്ട് ഞാൻ കൂടുതലെടുത്ത 3 വീട്ടിലും വേണമല്ലോ എന്ന് വിചാരിച്ചു. നല്ല ഭംഗി. പിന്നെ കടുക്, ഉള്ളിയൊക്കെ മൂപ്പിച്ചിടണം അല്ലേ? തുടുപ്പിട്ട് ഇന്ന് ഇത് ഇടണ്ടല്ലോ പഞ്ചാര സ്വല്പം ഇടണം. നോക്കിയപ്പോ കാര്യം മധുരം ഉണ്ട്, എന്നാൽ പോലും മാമ്പഴത്തിന് സ്വല്പം മധുരം വേണമല്ലോ. അപ്പൊ കുറച്ചും പഞ്ചസാരയും കൂടി ഇടണം. പഞ്ചസാര ഇട്ട് കൊടുക്കും. മാമ്പഴ പുളിശ്ശേരി ചില ആൾക്കാർ ശർക്കര ഇടും. ശർക്കര ഇട്ടുണ്ടാക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശർക്കര ഉണ്ടായിരുന്നു. ചില ആൾക്കാർ ശർക്കര നെയ്യ് ഇട്ട് ഉണ്ടാക്കും. പക്ഷെ നെയ്യ് ഇടുമ്പോ നമുക്ക് നെയ്യിന്റെ കുറച്ച് ഇതുണ്ടാവും. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ഞാൻ ഇതിൽ പഞ്ചസാര ഇട്ടത് അല്ല ശർക്കര ഇട്ടേ. എത്ര സ്പൂൺ ഇട്ടോ പഞ്ചസാര? 2 സ്പൂൺ. പിന്നെ നല്ല മധുരം. നമുക്ക് ലാസ്റ്റില് നന്നായിട്ട് ഇത് കടുകൊക്കെ വറുക്കണം. വേപ്പിലയും മുളകും മാത്രമേ വറക്കുള്ളൂ. എനിക്ക് ഉള്ളിയും കൂടി ഉള്ളിയും കൂടി അരിഞ്ഞ് വറക്കുന്ന ടേസ്റ്റ് എനിക്ക് കുഞ്ഞി ചൊമ്പുള്ളി അത് ഇടുമ്പോ നല്ല എനിക്ക് അതും കൂടി എനിക്ക് ഇഷ്ടം. ഇത് ഓഫ് ചെയ്യാം. അപ്പൊ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൊമ്പ് ഉള്ളിയൊക്കെ കടുക് വറുത്ത് ഇടാം. അപ്പൊ ഞാൻ സൈഡിലെ ബീറ്റ്റൂട്ട് അരിയുന്നുണ്ട്. ഇതും വേഗം തോരൻ ഉണ്ടാക്കാം. അതെ, ചൊമ്പ് ഉള്ളിയൊക്കെ മൂത്ത് ഇങ്ങനെ ഇട്ടി കൊടുക്കുന്നു. നമുക്ക്
മാവളം പുളിശ്ശേരി. വാ ബാപ്രേ, അടിപൊളിയായല്ലോ. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നണല്ലേ. കൊതി. നിനക്ക് ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി? എനിക്ക് ഈ മാങ്ങ തിന്നുന്ന ഇഷ്ടം. പുളി മാങ്ങ കൊണ്ടൊന്നും വേണ്ട, മധുരം ടേസ്റ്റ് നോക്കി എന്നിട്ട് പറ എന്താ വേണ്ട എന്താ. ഈ നല്ല ചൂട് തനാണല്ലോ. മധുരം വേണോ ഉപ്പ് വേണോ? എല്ലാം കറക്റ്റ്. കറക്റ്റ്. പിന്നെ വേറൊരു സാധനം കൂടി തരട്ടെ നിനക്ക്, അത് നല്ല കൈ. വേറെ എന്താ അച്ചാറ്? ഓ മൈ ഗോഡ്, ഇന്നലെ രാത്രി അമ്മ സിജി അമ്മ തൃശ്ശൂരിലെ വന്ന മാങ്ങ. പക്ഷെ നല്ല മാങ്ങ അച്ചാറിടാനത്. നിനക്ക് കഴിച്ചു നോക്കി. കഴിച്ച് നോക്കട്ടെ. നല്ല പുളി, എരിവ്, ഉപ്പ് ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടാ. ഞാൻ ഇന്നലെ ഇത് മാത്രം കൂട്ടിയ ചോറുണ്ടേ, നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂട് ചോറിക്കിട്ട് കഴിക്കണം. അടിപൊളി അടിപൊളി അടിപൊളി. നല്ലതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ ഗൈസ്. നമുക്ക് അത് വെക്കണം, തോരൻ വെക്കണം. ഇത് തോരൻ വെക്കണം, ഇത് ഞാൻ തോരൻ വെക്കാം. പിന്നെ ചാളയുണ്ട്, അത് വറക്കാം. ട്രൈ ചെയ്യണം. ഒരാള് ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റൽ കേസ് ആണ് അത്. കാരണം നമുക്ക് ഇത് വേഗം ചെയ്തിട്ട് പോകണം. അപ്പൊ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. അപ്പൊ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.